ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ഫോണിൽ കസ്റ്റമൈസേഷൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. സാംസങ് ഫോണുകളിൽ കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് ഇത്രയധികം ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ കസ്റ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗുഡ് ലോക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. നിങ്ങൾ വളരെയധികം കേട്ടിട്ടുണ്ടാവും ഗുഡ് ലോക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ തുറന്നു വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. ഇതിൽ നമുക്ക് ലൈഫ് സ്റ്റൈലും മേക്കപ്പ് അങ്ങനെ രണ്ട് ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഡിസൈനിലൊക്കെ അങ്ങനെ വരുത്തുന്ന മാറ്റങ്ങളും, ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെയിലി യൂസേജിന് കുറച്ച് സിമ്പിളാക്കാവുന്ന, കുറച്ച് അങ്ങനെ കസ്റ്റമൈസേഷൻ ചെയ്യാവുന്നതാണ്. നോർമലി ഇത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്പെട്ട കസ്റ്റമൈസേഷനാണ്. നമ്മളൊരു ഫോൺ മേടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഈ ഫോൺ കസ്റ്റമൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഫോണൊന്നും എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാക്കാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഇതിലിപ്പോൾ ഗുഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ തീംസ് നമ്മൾ തന്നെ കസ്റ്റമൈസേഷൻ ചെയ്യാം. ഇതിൻ്റെ വാൾപേപ്പർ, പിന്നെയുള്ളത് വോളിയം അനിമേഷൻ, നോട്ടിഫിക്കേഷൻ്റെ ഇത്, പിന്നെ കൺട്രോൾ സെൻറ്റർ, എല്ലാം നമുക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ഇത് മാറ്റാൻ പറ്റും. ഇതിലിപ്പോൾ കുക്ക് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടോഗിളിൻ്റെ ഈ കൺട്രോൾ സെൻറ്ററിൽ തന്നെ എല്ലാ ഇതും ഇതിൻ്റെ ആ കളറിനൊക്കെ വ്യത്യാസം വരുത്താനും അതിൻ്റെ ഐക്കൺസിനൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും. അങ്ങനെ ഇതാണ്. ഇപ്പോൾ നോർമലി എല്ലാവരും ഇപ്പോൾ കാണിച്ചുന്ന ഒരു ഇതാണ് ഇത് കീബോർഡ്. നമ്മൾ കീബോർഡ് കസ്റ്റമൈസേഷൻ ചെയ്ത് ഇങ്ങനെ ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കളർ വേരിയേഷൻ വരുത്തുക. ഇത് പല രീതിയിൽ കീബോർഡിൻ്റെ ഡിസൈൻ എന്ത് ചെയ്യുക, ഫോണ്ട് വ്യത്യാസപ്പെടുത്തുക. ഇങ്ങനെ കളർ തന്നെ ഇത് നമ്മുടെ രീതിയിലുള്ള കളർ എങ്ങനത്തെ വേണം, അല്ല മൾട്ടി കളർ വേണമെങ്കിൽ ഒരു സിംഗിൾ കളർ, അങ്ങനെ പല രീതിയിലും ചെയ്യാൻ പറ്റും. പിന്നെ വന്നതാണ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു തീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പലർക്കും ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷനിലൊന്നും ഫോണിൽ പോലും തീമൊക്കെ കസ്റ്റമൈസേഷൻ പോയിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത സമയത്ത് ഇതിൽ നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് തീമൊക്കെ ക്രിയേറ്റ് ചെയ്ത് വാൾപേപ്പർ നമ്മുടെ സെറ്റ് ചെയ്യുക, ഐക്കൺസ് നമ്മുടെ സെറ്റ് ചെയ്ത്, അങ്ങനെ നമുക്കിഷ്ടപ്പെട്ട ഒരു രീതിയിലേക്ക് നമ്മുടെ ഫോണിൻ്റെ തീം വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ കുറേ ഇതൊക്കെ ഇങ്ങനെ തീം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണേൽ ഇപ്പോൾ വോളിയം കൂടുന്നതനുസരിച്ച് റെഡ് കളർ, ഗ്രീൻ കളർ കുറയുന്നതനുസരിച്ച് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ പല രീതിയിലൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് വൺ ടച്ച് ഹാൻഡിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്, ഒരു കൈ ഉപയോഗിച്ച് നമുക്ക് ഫ്രീ കിട്ടുന്നതെങ്കിൽ നമ്മൾ ഒരു കൈ വെച്ച് ഫോൺ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. വലിയ മറ്റേ S22 ഒക്കെ S23 അൾട്ര പോലത്തുള്ള ഫോൺ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വലിയതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫോൾഡ് പോലത്തെ ഫോണൊക്കെ നോക്കിക്കഴിഞ്ഞാലും വലിയ ഫോണാണ്. ഇങ്ങനത്തെ ഫോണുകളിലൊക്കെ നമുക്ക് ഇതിൻ്റെ വൺ ഹാൻഡ് യൂസേജിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കസ്റ്റമൈസേഷൻ ചെയ്ത് ബാക്ക് ആണെങ്കിലും സൈഡിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ അങ്ങനെ പല രീതിയിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്ന പല ഓപ്ഷൻസും ഈ ഒരു ഗുഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനിൽ നമുക്കുണ്ട്. ഇത് നമ്മുടെ രീതിയിൽ പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും. ചിലർക്ക് നന്നായിട്ട് കസ്റ്റമൈസേഷൻ ചെയ്യാൻ അറിയാൻ പറ്റും. അപ്പോൾ അവർ ഫോൺ കാണാൻ ഒന്നുകൂടെ ഇതായിരിക്കും, എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇത് കാണിച്ചത് വൺ ഹാൻഡ് ആക്ഷനിൽ, ഇത് ലെഫ്റ്റിൽ വേണമെങ്കിൽ ലെഫ്റ്റിലും ചെയ്യാം, റൈറ്റിൽ വേണമെങ്കിൽ റൈറ്റ് സൈഡിലും നമ്മുടെ സ്ക്രീനിൻ്റെ ഇത് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ഇതിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. സൈഡിൽ നിന്ന് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്, നമുക്ക് ഏത് ഓപ്ഷനാണ് വരേണ്ടത് എന്നുള്ള അങ്ങനത്തെ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, ബാക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ സ്വിച്ച് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ക്യാമറ വരെ എടുക്കാൻ ഇതിലൂടെ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണതിന് പെട്ടെന്ന് തന്നെ അല്ല വാട്സാപ്പിലേക്കൊക്കെ സ്വിച്ച് ചെയ്യും. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ വരെയും ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഗുഡ് ലുക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഓൾറെഡി ഉള്ളത് ഒരു വെബ് പേജിൻ്റെ ലിങ്ക് പോലെയാണ് നമ്മൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്ത് സെപ്പറേറ്റ് യൂസ് ചെയ്യണ പോലെ ആണ് ഇതിൽ വന്നേക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ലുക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് സ്റ്റോറും മറ്റതല്ല അതിൻ്റെ ആപ്ലിക്കേഷൻ പോലെയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇങ്ങനത്തെ ഗുഡ് ലുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.